ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഫതാവൽ ഹദീസിയയിൽ വലിയ ഒരു സംഭവമുണ്ട്. ബഹുമാനപ്പെട്ട റഹ്മത്തുള്ളാഹി തആല അലൈഹി ഹികായത്ത് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അബൂ സഈദ് അബ്ദുല്ലാഹി ഇബ്നു അബീ ഉസ്റൂൻ റഹ്മഹുല്ലാഹ്, മഹാനായ പണ്ഡിതൻ, അദ്ദേഹം പറയുകയാണ്, ഞാൻ ബഗ്ദാദിൽ പ്രവേശിച്ചു ഇൽമു പഠിക്കാൻ വേണ്ടി. ദഖൽതു ബഗ്ദാദ, ബഗ്ദാദിൽ ഞാൻ പ്രവേശിച്ചു ഇൽമു പഠിക്കാൻ വേണ്ടി. നിളാമിയ കോളേജിൽ അല്ലെങ്കിൽ നിളാമിയ മദ്രസയിൽ എനിക്ക് കൂട്ടുകാരായി കിട്ടിയത് രണ്ട് സുഹൃത്തുക്കളെയാണ്. ഇബ്നു സഖ എന്ന് പറയുന്ന വ്യക്തിയും ഇബ്നു സഖ എന്ന് പറയുന്ന വ്യക്തിയും അതേപോലെ നമുക്ക് പരിചയമുള്ള ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദിസ സിർറുഹു, ഈ രണ്ടുപേരെയുമാണ് എനിക്ക് ആയിട്ട് കിട്ടിയത്. ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യും. കുന്നാ നസൂറു സാലിഹീൻ, സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ സാലിഹീങ്ങളെ കാണാൻ പോകും. സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ സിയാറത്തിന് വേണ്ടി പോകും. ഏതെങ്കിലും മഹാന്മാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ കാണാൻ വേണ്ടി പോകും. അവരിൽ നിന്ന് നമ്മൾ തബറക്കെടുക്കാൻ വേണ്ടി പോകും. ഇതൊക്കെ ഞങ്ങളുടെ ഒരു പതിവായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്കൊന്ന് അറിവ് കിട്ടി, ബഗ്ദാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മഹാനവറുകളുണ്ട്. ഗൗസ് എന്ന് പറയുന്ന ഒരു മഹാൻ, ഗൗസ് എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഉദ്ദേശിച്ചാൽ അദ്ദേഹം വെളിപ്പെടും, പ്രത്യക്ഷത്തിൽ വരും. ചിലപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചാൽ അപ്രത്യക്ഷത്തിലുമാകാം. ഇത് അബ്ദാലികൾക്കുള്ള ഒരു സിഫത്താണിത്. ഇത് അബ്ദാലികൾക്കുള്ള സിഫത്താണ്. അപ്പോൾ ഇദ്ദേഹത്തെ നമുക്കൊന്ന് കാണണം, ഇദ്ദേഹത്തിനടുക്കൽ നമുക്ക് പോകണം, നമുക്ക് തബറുക്ക് വാങ്ങണം എന്ന നിലയിൽ, എന്ന രീതിയിൽ ഈ മൂന്ന് പേരും കൂടെ ഒരു തീരുമാനമെടുത്തു. അങ്ങനെ മൂന്ന് പേരും തീരുമാനമെടുത്ത് പുറപ്പെടുകയാണ്. ഒരു ദിവസം നഹ്നു സായിറൂൻ, ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന വേളയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഇബ്നു സഖ പറഞ്ഞു, ലഅസ്അലന്നഹു മസ്അലതൻ ലാ യദ്രി ലഹാ ജവാബ. അദ്ദേഹത്തെ ഒന്ന് കണ്ട മാത്രയിൽ എനിക്കൊരു ചോദ്യം ചോദിക്കണം, അങ്ങനെ മുട്ടുകുത്തിക്കണം. നിയത്ത് നമ്മുടെയൊക്കെ സ്വഭാവം പോലെ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എല്ലായിടത്തും മുട്ടുകുത്തിക്കണം, കാര്യം മനസ്സിലാക്കലല്ല. ലഅസ്അലന്നഹു മസ്അലതൻ ലാ യദ്രി ലഹാ ജവാബ, അദ്ദേഹത്തിന് ജവാബ് കിട്ടാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാകണം എന്ന് ഇബ്നു സഖ തീരുമാനിച്ചു. കൂടെ ഉണ്ടായിരുന്ന അബീ ഉസ്റൂൻ അദ്ദേഹം പറഞ്ഞ എന്താ, ലഅസ്അലന്നഹു മസ്അലതൻ വഅൻദുറു മാ യഖൂലു ഫീഹാ, ഞാനൊരു മസ്അല ചോദിക്കും, അങ്ങനെ എന്താ അതിന് മറുപടി പറയുന്നത് ഞാനൊന്ന് അറിയട്ടെ. അത് ഒരു അദബുകേടിന്റെ ഒരു സ്വഭാവമാണ്. ചോദിക്കാം, എന്താ മറുപടി, എന്താ പറയാ, അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണമല്ലോ. അതിനുവേണ്ടി പ്രതീക്ഷിച്ചു ഇദ്ദേഹം. മൂന്നാമതാരാണ്? മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മഹുല്ലാഹ്. നോക്കണം, ചെറുപ്പം മുതലേ സ്വഭാവം. അദ്ദേഹം, നീ എന്താ പറയാൻ പോകുന്നത്, നീ എന്താ ചോദിക്കാൻ പോകുന്നത്, ഞങ്ങളുടെ അഭിപ്രായം ഇങ്ങനെയാണ്, നിന്റെ അഭിപ്രായം എന്താ? അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, അദ്ദേഹത്തിന്റെ മുന്നിൽ പോയിരുന്ന് ചോദ്യം ചോദിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. എനിക്ക് അദ്ദേഹത്തെ പരീക്ഷിക്കുകയും വേണ്ട, അദ്ദേഹം എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ട. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിരുന്ന് അദ്ദേഹം പറയുന്ന നല്ല വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് ബർക്കത്ത് കരസ്ഥമാക്കുക എന്ന ലക്ഷ്യമാണ് എനിക്കുള്ളത്, എനിക്ക് മറ്റൊന്നുമില്ല. ആര്? മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മഹുല്ലാഹ്. അപ്പൊ ചെറുപ്പം മുതലേ നന്നായാലേ വളർന്നുമ്പോൾ അതിന്റെ ഗുണം കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നല്ല കുട്ടികളെ കാണുമ്പോൾ നമ്മൾ പറയാം, നല്ല കുട്ടി, അത് നല്ല സ്വഭാവമുള്ളവൻ. കുരുത്തക്കേട് കാണിക്കുന്നവനെ ചെറുപ്പം മുതലേ നമ്മൾ പറയും, കുരുത്തം കെട്ടവനാണ് നമ്മൾ പറയും. ഇങ്ങനെ മൂന്ന് പേരും അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. അവരിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു, കുറെ സമയമായി പ്രതീക്ഷിച്ചിരുന്നു. ഫലം നറഹു, നമ്മൾ അദ്ദേഹത്തെ കണ്ടില്ല. ഇല്ല ബഅദ സഅ, ശേഷമാണ് അദ്ദേഹം വന്നത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു. അദ്ദേഹം എന്നോട് നോക്കി. ദേഷ്യത്തോടുകൂടി 3 പേരിങ്ങനെ ഇരിപ്പുണ്ട്. 3 പേരും വന്ന് ശേഖന്റെ മുന്നിൽ വന്നിരിക്കുന്നു. ഇബ്നു സഖായെ നോക്കിയിട്ട് ദേഷ്യപ്പെട്ട് പറഞ്ഞു, വൈഹക് ഇബ്നു സഖ. ചോദ്യം ചോദിച്ചതുമില്ല, എന്താ സംഭവം എന്ന് പറഞ്ഞതുമില്ല, ഒന്നുമില്ല. വൈഹക് ഇബ്നു സഖ, നിനക്ക് നാശമുണ്ടാകട്ടെ. വൈഹക്
നീ എന്നോടൊരു മസല ചോദിച്ചിട്ട് എന്നെ മുട്ടുകുത്തിക്കലാണ് എന്റെ ലക്ഷ്യം അല്ലേ? അല്ലേ എന്റെ ലക്ഷ്യം അതല്ലേ? ആ ചോദ്യം ഇതാണ് നീ ഉദ്ദേശിച്ചത്, അതിന്റെ മറുപടിയും ഇതാണ്. അതെങ്ങനെ ചോദിച്ചതുമില്ല, എന്താ വന്നതിന്റെ ലക്ഷ്യം അത് പറഞ്ഞതുമില്ല. അദ്ദേഹത്തോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മഹാനവറുകൾ പറഞ്ഞു, നീ ഉദ്ദേശിച്ച ഉദ്ദേശ്യം ഇതാണ്, നിന്റെ ചോദ്യം ഇതാണ്, അതിന്റെ മറുപടിയും ഇതാ, പിടിച്ചോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നിൽ കുഫറിന്റെ മണം കാണുന്നു, കുഫറിന്റെ തീ നിന്നെ പൊതിയുന്നതായിട്ട് ഞാൻ കാണുന്നു. മഹാനവറുകൾ പറയുക, ഉസ്താദന്മാരുടെ ഒന്നും പൊരുത്തക്കേട് വാങ്ങിക്കാൻ നിൽക്കല്ലേ. എന്നൊക്കെ പറയാ, അയാൾ എന്നെ പിരാഗലെന്ന് പറയാറില്ല. രാവലല്ല, പിരാക്ക് വേറെ, പൊരുത്തക്കേട് വാങ്ങൽ അത് വേറെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഒരാളെ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് അങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ വന്നിക്കാൻ പോകണ്ട, പക്ഷെ നിങ്ങൾ നിന്ദിക്കാതിരിക്കും. നിങ്ങളെ കൊണ്ട് വന്നിക്കാൻ കഴിയില്ല, അദ്ദേഹത്തെ സ്വീകരിക്കുന്ന നിങ്ങൾ നിന്ദിക്കാതിരിക്കും. അതെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കും, അതെങ്കിൽ നിങ്ങൾ ചെയ്യും. അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇദ്ദേഹത്തിന്റെ പുറപ്പാടിൽ തന്നെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാക്കി. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന കഴിവാണ്, തൗഫീഖാണ്. അങ്ങനെ രണ്ടാമത്തെ സുമ്മ നളറയിലെ അബൂ ഹുറൈറ റളിയല്ലാഹു പറയാണ്, എന്റെ അടുക്കലേക്ക് പിന്നീട് അദ്ദേഹം നോക്കി, വഖാല യാ അബ്ദല്ലാഹ് അതസ്അൽനി അൻ മസ്അലത്തിൻ ലിതൻദുറ മാ അഖൂലു ഫീഹാ. ഓ, നീ എന്നോടൊരു മസല ചോദിച്ചിട്ട് ഞാൻ എന്താ അതിന് മറുപടി പറയുന്നത് എന്ന് എന്നെ ഒന്ന് ചോദിക്കുക. അതൊരു സൂലതപ്പെട്ട കാര്യമല്ലേ. ഓ, ഞാൻ എന്താ പറയാൻ പോണതെന്ന് എനിക്കൊന്ന് അറിയണം അല്ലേ. ഹിയ കഥാ വജവാബുഹാ കഥാ. ആ ചോദ്യവും ഇതാണ്, അതിന്റെ മറുപടിയും ഇതാണ്. അങ്ങോട്ടങ്ങോട്ട് പറഞ്ഞു. ചോദ്യവും ഇത് തന്നെ, മറുപടിയും ഇത് തന്നെ. അന്താളിച്ചു പോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക്, നിന്റെ ഈ സൂഇല്ലദബിന്റെ കാരണം ദുനിയാവ് നിന്റെ ചെവി വരെ എത്തും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂടും ദുനിയാവ് കൊണ്ട്. ദുനിയാവ് കൂടിയാലും കുഴപ്പമാണ്. വലിയ വലിയ കോടീശ്വരന്മാർ ലോകം കൈവെള്ളയിലാണ്. 5-6 മൊബൈലും കൊണ്ട് നടക്കുക. സ്വസ്ഥമായി ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഭാര്യ മക്കളോടൊപ്പം കുടുംബത്തിൽ വന്നിരുന്ന് സ്വസ്ഥമായിട്ട് ആഹാരം കഴിക്കാൻ അവരെ കൊണ്ട് കഴിയുമോ? സ്വന്തം കിടപ്പാടം ഉണ്ടാക്കിയിട്ട് ലോഡ്ജ് എടുത്ത് താമസിക്കുകയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. കോടികളുണ്ട്, പക്ഷേ ആസ്വദിക്കാനുള്ള തൗഫീഖില്ല. നടത്തത്തിലും യാത്രയിലും ഒക്കെയാണ് ആഹാരം കഴിക്കുക. ഇറങ്ങി പോയിരുന്നൊരു ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാനുള്ള സമയം പോലുമില്ല. അതുകൊണ്ടൊരു ബിസ്ക്കറ്റ് വാങ്ങി, ബിസ്ക്കറ്റ് കവർ വാങ്ങി വെക്കും. പോകുന്ന വഴിക്ക് ഒരു മിനറൽ വാട്ടർ, 2 ബിസ്ക്കറ്റ്. കോടികളുണ്ട്, എന്ത് ചെയ്യാൻ? നമ്മളൊക്കെ കഴിക്കുന്നത് പോലെ ഇത്തിരി പോത്തിറച്ചി വാങ്ങി റാഹത്തായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിക്കാനുള്ള തൗഫീഖ് പോലും ഇല്ല. കപ്പ ഒഴുങ്ങി സമ്മന്തിയോടെ നല്ല ചാള അങ്ങോട്ട് പൊരിച്ചു വെച്ച് തിന്നാനുള്ള തൗഫീഖ് പോലില്ല. കോടികളുണ്ട്, ഇങ്ങനെ ആസ്വദിക്കാനുള്ള ഭാഗ്യമില്ല. അതുകൊണ്ട് കോടികൾ കുന്നുകൂടുന്നത് കൊണ്ട് വലിയ കാര്യമില്ല. അത് പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിക്കോ. അത് പരീക്ഷണമാണ്. കൂടുതൽ കിട്ടിയാലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിന്നെ അല്ലാഹു അങ്ങനെ ഒന്ന് പരീക്ഷിക്കും. പിന്നീട് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയിലേക്ക് അദ്ദേഹം നോക്കി. വാദിന, അദ്ദേഹത്തെ അടുത്ത് വിളിച്ചു. വഅക്റമഹു, മഹാനവറുകളെ ബഹുമാനിച്ചു, ആദരിച്ചു. മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അങ്ങോട്ട് അടുത്ത് വിളിച്ചു. മാമനെ, നമ്മുടെയൊക്കെ കുട്ടികൾ, നമ്മുടെയൊക്കെ നല്ലൊരു കുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോ ഉസ്താദുമാരൊക്കെ പിടിച്ചിങ്ങോട്ട് മടിയിലോട്ട് ഇങ്ങോട്ട് വാടാ കുട്ടാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് പോലെ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അവറുകളെ അടുത്തേക്ക് വിളിച്ചു. അക്റമഹു, ബഹുമാനിച്ചു. എന്ന് പറഞ്ഞെന്താ? അബ്ദുൽ ഖാദിർ, നീ അല്ലാഹുവിനെയും റസൂലിനെയും തൃപ്തിപ്പെടുത്തിയിരിക്കുകയാണ്. ബിഹുസ്നി അദബിക, നിന്റെ നല്ല അദബിന്റെ പെരുമാറ്റത്തിന്റെ പേരിൽ, നിന്റെ നല്ല സ്വഭാവ മഹിമയുടെ പേരിൽ നീ അല്ലാഹുവിനെയും റസൂലിനെയും തൃപ്തിപ്പെടുത്തിയിരിക്കുകയാണ്. കഅന്നി യറാക ബിബഗ്ദാദ വഖദ് സഅയ്തൽ കുർസിയ മുതകല്ലിമൻ അലൽ മലഇ. ബഗ്ദാദിന്റെ ഹൃദയഭാഗത്ത് 100 കണക്കിന് 10,000